രാവിലെ വേണ്ടത്ര വെളിച്ചമില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ നടക്കുന്ന നാറികൾക്ക് സമർപ്പിക്കുന്നു. ഇത്രയേ പറയാനുള്ളൂ. ഇതാണ് ഓരോരുത്തർ കൃഷി ചെയ്താലുള്ള അവസ്ഥ. വാഴയ്ക്കൊക്കെ നല്ല തോല് പൊളിച്ചാണ് നല്ല അടിപൊളിയായിട്ട് തിന്നുന്നത്. ഈ കൊല മാത്രമായിട്ട് ഇന്ന് ടാർഗറ്റ് ചെയ്ത്, അടുത്തത് പൊളിക്കാൻ പറ്റിയില്ല. കാരണം ഈ റോഡ് വഴി ഒരു ഓട്ടോ പോയപ്പോൾ ആ ചേട്ടൻ ഓടിച്ചതുകൊണ്ട് ഇതിൻ്റെ അകത്ത് 2 കായ പറിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം വേറൊരു പോലെയായിരുന്നു തിന്നത്. എന്തായാലും കൃഷിക്ക് ഭാവിയുണ്ട്. വന്യജീവികൾ നന്നായിട്ട് ജീവിക്കട്ടെ. നമ്മൾ കഷ്ടപ്പെട്ട് ഇല്ലാത്ത കാശും മുടക്കി വാഴയും വെച്ച് എല്ലാം ചെയ്ത് കഴിയുമ്പം വിളവെടുക്കാൻ കുറേ വന്യജീവികൾ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ ഇവിടുത്തെ ഒരു പൂഞ്ഞാറ്റിലെ നിയമവും കുറേ മൃഗസ്നേഹി തെണ്ടികളും. എന്തായാലും കൃഷി ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് ലക്ഷം മുടക്കി ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്ന പറമ്പിലെ അവസ്ഥയാണിത്. ഇനി 3 ഏക്കർ സ്ഥലവും ഫെൻസിങ് ചെയ്തതാണ്. ഇതിനകത്ത് എങ്ങനെ ഇതിനടിയിൽ കൂടെ നുഴഞ്ഞു കയറുന്നതെന്ന് അറിഞ്ഞുകൂടാ. എത്ര നോക്കിയാലും കുരങ്ങനെ നമുക്ക് ഇതിനകത്ത് തടയാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്നും ചെയ്യാതെ കൃഷി ചെയ്യുന്ന, അതായത് ഫെൻസിങ്ങോ മറ്റു മാർഗ്ഗങ്ങളോ ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ നിങ്ങൾ ഏതാണ്ട് ഊഹിച്ചാൽ മതി. ഈ പറമ്പിൽ ഒരൊറ്റ വാഴ ഇനി ബാക്കി ഉണ്ടാവില്ല. ഇതിലേക്കൂടെയെങ്കിലും കയറിക്കഴിഞ്ഞാൽ പിന്നെ കുരങ്ങൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇഷ്ടപ്പെട്ട് 3-4 തവണ വളവിട്ട് പണിയെടുത്ത് ഏറ്റവും വലിയ വാഴയായിരുന്നു. കാണുമ്പോൾ ഒന്നും തോന്നില്ലെങ്കിൽ ഇതിനകത്ത് മുഴുവൻ കായുണ്ടായിരുന്നു. ഇത് മുഴുവൻ കുരങ്ങ് നിന്ന് തീർത്താണ്. നിങ്ങൾക്ക് ഈ തോല് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം പൊളിച്ചിട്ടിട്ടാണ്. ഇവിടെ മുഴുവൻ ഏത്തക്കായുടെ തോലാണ് നല്ല പൊളിച്ച് ഭംഗിയായി തിന്നിട്ടിരിക്കുന്നു. ഇലക്ഷൻ വരുമ്പോൾ സർക്കാർ വക ഒരു പ്രഹസനം പോലെ കർഷകരെ ഉദ്ധരിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസിൽ കുറേ പരാതി ഒന്നും നടക്കാൻ പോകുന്നില്ല. വന്യജീവികളെ നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കുക തന്നെ ചെയ്യണം. കൊന്നു തീർക്കാനാണെങ്കിൽ കൊന്നു തീർക്കണം. പെറ്റ് പെരുകി പറമ്പിലേക്കൊക്കെ കയറുന്നത് 10-30 കുരങ്ങ് ഒരുമിച്ചാണ്. നമ്മൾ എന്ത് ചെയ്യും? കേരളത്തിലെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി കൃഷി വകുപ്പും വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വനം വകുപ്പും. വനം വകുപ്പ് ഈ പണി പറ്റില്ലെങ്കിൽ ഉപേക്ഷിച്ച് പോവുക. നാട്ടുകാർക്കറിയാം, ഇവിടെ ഇതിനു മുമ്പും കൃഷി ചെയ്തിരുന്നു. ആൾക്കാർ പറയും പോലെ കേരളത്തിൽ എല്ലാം കയ്യേറിയിട്ടാണ് കൃഷി ചെയ്യുന്നതെന്നല്ലേ പറയുന്നത് പല ആൾക്കാരും. പണ്ട് ഇതിൽ കൂടുതൽ കാടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പണ്ട് ഇതിൽ കൂടുതൽ കാടായിരുന്ന സമയത്ത് ആൾക്കാർ കപ്പയും വാഴയും ചേനയൊക്കെ തിന്നാണ് ഇവിടെ ജീവിച്ചിരുന്നത്. അപ്പോൾ അവർക്കറിയാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണമെന്ന്.